കുറേ നാളായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ തക്കുടൂന് പനിയൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നേ. അപ്പം ഒരാഴ്ചത്തെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നേ. എന്നാ പറ്റിയത്? ആവി പിടിച്ചിട്ട് അപ്പുറം മുറിപ്പാ. അതാരാ കയറി വന്നേ? ഇവിടെ കുട്ടിയോ? ഇത് കയ്യിൽ അത് വീണത്. അമ്മച്ചി കൊടുക്കണോ? എൻ്റെ കൈ തന്നാ മതി എനിക്ക്. താങ്ക് യു. ഇതെന്നെ തക്കിടും കയ്യിൽ ആറേഴ് കുറ്റി എഴുന്നേറ്റ് ഇത് കഴിച്ച് വേണ്ട. സിസ്റ്റേഴ്സ് അമ്മ സുരജിക്ക് എടുത്തമ്മേ എടുക്കട്ടെ. ഇതോടെ ഉള്ളൂ. എന്നിട്ട് പോക്കോ, കണ്ണൻ്റെ കൂടെ പോക്കോ. കണ്ണ കൊച്ചിനെ എടുത്തേടാ. ഇത് കണ്ണനെടുക്കും, മാമനെടുക്കും. ബാ എടി കുഞ്ഞ് വന്നേ. കഴിക്കും മോനെ, കഴിക്ക്. ഇതെന്നെ ഇത് അതാ അമ്പിളിയമ്മ. ആ അടിപൊളി. നമുക്ക് ഉണ്ടാക്കാം. ബാ വന്നേ. എന്ത് ട്രിപ്പാണോ? അതൊക്കെ അവളുടെ മരുന്ന്. അത് ഇന്ന് മേടിച്ച മരുന്നാ. മറ്റേ എല്ലാ ദിവസവും അതുപോലെ ഓരോ ട്രേയാ. കഴിക്കും മോനെ, കഴിക്കും. കിടന്നോണ്ട് കഴിക്കട്ടെ. എഴുന്നേറ്റ് കഴിച്ചിട്ട് നമുക്ക് ക്യാൻറ്റീനിൽ പോകാം. താഴെ അമ്മ താഴെ കൊണ്ടാ. ഉടുപ്പൊക്കെ മാറിയിട്ട് പോവാം. കാറ് മേടിക്കാം. കുട്ടിപ്പില്ലയുടെ ഓടിക്കുന്ന കാട്. പൊന്നു മൂത്ത കുട്ടിയാണോ? തക്കുടൂന് പനി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവൾ അവിടെ നിന്നൊന്നും കഴിക്കത്തില്ല. അവിടെ നിന്ന് കുറേ കളിപ്പാട്ടമൊക്കെ മേടിച്ചുകൊണ്ട് അവൾ കയറി പോരും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഈ സമയത്ത് നല്ല മഴയായിരുന്നേ. അപ്പോൾ അമ്മയൊക്കെ പോകുന്നതിന് മുന്നേ പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെ റൂമിലാക്കിയിട്ട് അവർ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡ്രോയിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് പടം വരെയും കാര്യങ്ങളുമായിരുന്നു കേട്ടോ പുള്ളി. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. പക്ഷെ മഴ നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ ചെല്ലാൻ താമസിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പോയി. പിന്നെ കുറേ നേരം തക്കുടും അതും പറഞ്ഞുകൊണ്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഇഞ്ചക്ഷൻ്റെ ടൈമായി. പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പിന്നെയും കളിക്കാൻ വേണ്ടി ഇറങ്ങി ഓടാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി തല പൊങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഓടിപ്പാഞ്ഞ് നടന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒത്തിരി അങ്ങനെ ശരീരം അനങ്ങി ഓടാനൊന്നും വിടണ്ട, കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ, കാരണം ഇൻഫെക്ഷൻ ഉള്ളത് കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോകാനുള്ള ശ്രമമായി കാണിക്കുന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോയി ആവിയൊക്കെ പിടിച്ചു. ചില്ലറ പണിയല്ലല്ലോ അത് വെച്ച് കാണിക്കുന്നേ. വേനുണ്ടോ? വേനുണ്ടോ? ഇല്ല. ഒന്ന് ചോദിച്ച് വേനയാക്കുന്ന തക്കിട് നോക്കി മോപ്പൊക്കെ ഇരിക്കുന്നു. ഭയങ്കര ഡീസൻ്റ് ആള്. ഇനി ഓടി നടക്കരുതേ, കയറി കിടന്ന് ഉറങ്ങിക്കോളാം. ഗുഡ് നൈറ്റ് പറഞ്ഞേരെ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ. ഇപ്പം അച്ചാച്ച പോവുമെന്നും പറഞ്ഞോണ്ട് അയ്യോ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം ഇന്ന് തക്കുടൂനെ കാണാൻ വേണ്ടിയിട്ട് തക്കുടൂൻ്റെ അച്ചമ്മയാണേ വന്നത്. അപ്പോൾ വഴി പോയി അച്ചമ്മേനെ വിളിച്ചുകൊണ്ട് വരുന്ന വരവാട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ കാര്യം മുഴുവൻ അച്ചമ്മ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തെ അമ്മേനെ കൊണ്ടുപോകുന്നു, ആവി പിടിക്കാൻ നേരത്തെ അമ്മയുടെ കൂടെ എല്ലാം പുള്ളിക്കാരിക്കുന്ന അമ്മയായിരുന്നേ. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വീട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ 2 ദിവസം ആയിരുന്നു വീട്ടിൽ വന്നിട്ട്. അപ്പോൾ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സും അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അങ്ങനെ ഞാൻ വീട്ടിൽ പോന്നു. അപ്പോൾ ആ നേരം മുഴുവൻ അവൾ അമ്മയുടെ കൂടെ അവിടെ ഇരുന്നു കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് വലിയ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കും പോകാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ ചായയൊക്കെ മേടിച്ച് കൊടുത്താൽ അവൾ കഴിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവളെ കളിക്കാനാ സ്റ്റെപ്പ് കയറാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാൻ മാറ്റിയിട്ട് അമ്മേനെ നൈസായിട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. അല്ലെങ്കിൽ അവൾ വീട്ടിൽ വിടൂല. അപ്പോൾ അതിന് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചച്ച കയറി വന്നു. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അവള്. ഇങ്ങ് പോരെ വാ. പറിച്ചെടുത്താൽ ചോര വരും. നിന്റെ കയ്യിൽ തന്നെ ചോര വരും. ഇന്നത്തെ അത്യാവശ്യം ഇഞ്ചക്ഷനും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടു ഡ്രോയിങ് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അവൾക്ക് പടം വരച്ച് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഞാനും അവളും കൂടെ ഇരുന്നായിരുന്നു പടം വരെയും കളർ ചെയ്തും ഒക്കെ കേട്ടോ. അപ്പോൾ അവൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റില്ല. അവൾ ഓരോരോ സാധനങ്ങൾ പറയും, അതുപോലെയൊക്കെ വരച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞ് വരച്ചൊക്കെ കൊടുത്തു. ഇപ്പോൾ കുറച്ച് നേരം അനങ്ങാണ്ടൊക്കെ ഇരുന്ന് ഇപ്പോൾ വന്നൊരു ഇഞ്ചക്ഷൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ നല്ല വ്യത്യാസമുണ്ട്. വന്ന സമയത്ത് ഭയങ്കര പനിയായിരുന്നു, പനി വിടുന്നേ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിട്ടോ, കാരണം ഇവൾക്ക് ഇതുപോലെ പനിക്കാറില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം എടുത്തു അത് ശരിക്കും ഒന്ന് നോർമലായിട്ട് വരാൻ വേണ്ടിയിട്ട്. കൗണ്ടൊക്കെ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പയ്യെ ആൻറ്റിബയോട്ടിക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ പയ്യെ കുറഞ്ഞനുസരിച്ച് അവളുടെ പനിയും കുറഞ്ഞു. അത് ആവി പിടിക്കുന്നത് മാറിപ്പോകും. വയ്യേ ആവി പിടിക്കട്ടെ. ബാബു പോണ്ടേ പെട്ടെന്ന്. ഇപ്പം ഇഞ്ചക്ഷനും ആവിപിടുത്തവും ഒക്കെ കഴിഞ്ഞിട്ട് അച്ചാച്ച പോകുന്നതിന് മുന്നേ പിന്നെ ഞങ്ങൾ വന്നൊരു ചായയൊക്കെ കുടിച്ചു. തക്കുടുവിൻ്റെ കൂടെ കുറച്ച് നേരം നടന്നു. അതൊക്കെ കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി നേരം ടാബ് കൊടുക്കാവോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ ടാബൊക്കെ എടുത്തു കൊടുത്ത് കുറച്ച് നേരം കണ്ടോട്ടെ. ഇപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ കൗണ്ട് എത്രയുണ്ടെന്ന് അറിയാം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ നാളെ പോകാമല്ലോ എന്നും പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആവി പിടിക്കാനുള്ള സമയമായി. പിന്നെ ഞാനും തക്കുടും കൂടെ വന്നിരുന്ന് ആവിയൊക്കെ പിടിച്ചു. അതിൻ്റെ അകത്ത് കുറച്ച് തല പൊങ്ങിയതിൻ്റെ പ്രകടനങ്ങളൊക്കെ ആട്ടോ ഈ കാണുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരോ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അവിടെ നിന്ന് കാണിക്കുമായിരുന്നു. പിന്നെ പോയി ഒന്ന് വീണു. വീഴ്ചയൊക്കെ കഴിഞ്ഞ് എൻ്റെ ചിരിയാട്ടോ കാരണം ചുമ്മാ ഓയിൽമെൻറ്റ് വെച്ച് ബാൻഡേജ് ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പോരായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് റൗണ്ട്സിന് ഡോക്ടർ വരുന്നത് നോക്കിയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പോകാമെന്ന് പറഞ്ഞു. അയ്യോ അതിൻ്റെ നിറം കണ്ടിട്ട് ഞാനും ചോദിച്ചു എന്നതാ അതൊന്ന്. 2 തവണ കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിവശം മുക്കിയായിരുന്നു കുളിപ്പിച്ചപ്പോൾ. ഗ്ലൗസ് ഇട്ടത് വളരെ നന്നായി. നെറ്റിയുടെ അത് ചെറിയ തടിപ്പുണ്ടല്ലേ. ഞാൻ പേടിച്ചു ചേച്ചി, അതങ്ങ് മുഴച്ചു വന്നിട്ടേ ഈ മുറിവ് മാത്രം ഇങ്ങനെ തുറന്നിരുന്നു. ആ ഇല്ല, തലയിടിച്ചോണ്ടേ ഞാൻ പേടിച്ചു പോയി. വാ ഇങ്ങനെ പൊളിഞ്ഞിരുന്നു ഒരു ഇച്ചിരി നേരത്തേക്ക്. കരഞ്ഞു, അങ്ങനെ കരഞ്ഞു, പക്ഷെ വാ പൊളിഞ്ഞിരുന്നു. ഈ മുടി ഇങ്ങനെ ഈ അന്യൻ്റെ കൂട്ടി ഇങ്ങനെ കിടന്നത് കാരണം കുളിപ്പിച്ച് വിട്ടേക്കുമല്ലായിരുന്നോ. മുറിഞ്ഞത് ഞാൻ കണ്ടില്ല, ഇവള് പോയി വീണത് അപ്പുറത്തേക്ക് എങ്ങാനും ആണെങ്കിലോ എന്ന് ഓർത്തോണ്ട് ഞാൻ വഴക്കും പറഞ്ഞു. ആ ഉടുപ്പയിലൊരു പിന്നു കുത്താൻ സമ്മതിക്കല്ലാത്തവളാ, മേത്ത് കൊള്ളൂന്ന്. അങ്ങനെ തക്കുടുവിൻ്റെ കയ്യിലെ ക്യാനിലൊക്കെ റിമൂവ് ചെയ്ത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തക്കുടു എപ്പോഴും ഒരു ആഗ്രഹം പറയുന്നൊരു സാധനം അച്ചാച്ച സർപ്രൈസായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? അച്ഛൻ ഒന്നും മേടിച്ചില്ലടി. അച്ഛക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ.
എന്നെ തക്കടുവാതെ ഞാനത് അവിടെ കേറി ഓടിക്കേ. കുട്ടിപ്പിള്ളേര് കേറിയിരുന്ന് ഓടിക്കുന്ന വണ്ടിയാ അത്. ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെറുതെ കയറിയിരിക്കേ. അച്ഛൻ കയറിയിരിക്കില്ല, പൊന്നെ കയറിയിരിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ പുറത്ത് പോകുമ്പോ ഇത് ഓടിച്ചോണ്ട് പോകണമെന്ന്. അതെന്നെ തക്കടു അച്ഛൻ മേടിച്ചെന്നേ. അയ്യോ ചിരി. ഇരുന്ന് ഓടിച്ചോ. ഇതെവിടെ ചവിട്ടെ. ഇതേ ഇതിങ്ങനെ താത്തിയിട്. ഇത് ചവിട്ട്. അയ്യോ ഇടിച്ചു. ഇതിന്റെ പുറകോട്ടാക്ക്. ഇത് ഞെക്കിക്ക്. അതിന് ചവിട്ടിക്ക്. അവിടെ ചവിട്ട്. ഇത് ചവിട്ടിക്ക്. ഇവിടെ നിൽക്ക്. ഇത് ഞെക്കിക്ക്. അതിനെ അത് ചവിട്ടിക്ക്. അത് ചവിട്ട്. ഇവിടെ ഇരിക്കേ. അയ്യോടി.